ശ്രീമദ് ഭാഗവതം ക്ലാസ് 93. നമ്മൾ സ്കന്ധം 4 31 അധ്യായമാണ് നോക്കുന്നത്. പ്രചേതസ്സുകൾക്ക് നാരദോപദേശത്താൽ മുക്തി ലഭിക്കുകയാണ്. അപ്പം പ്രചേതസ്സുകളാണ് ഓരോ ദേശങ്ങളുടെയും കാര്യങ്ങളെല്ലാം നോക്കി നടന്നിരുന്നത്. അതിന് പിന്നിലുള്ള ശക്തിവിശേഷങ്ങളായിട്ട് കാണും. അപ്പോൾ അവരവരുടെ കർമ്മം കഴിയുമ്പോൾ പിന്നെ മക്കൾ ഏൽപ്പിച്ചിട്ടല്ലേ പോകുക. അത് മനുഷ്യരുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ്, മനുഷ്യരായിട്ട് കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിച്ച് പറയുമ്പോൾ നമ്മളെ ജീവിതമായിട്ട്, കാരണം നമുക്കാണ് ഉപദേശം തരുന്നത്, അതുകൊണ്ടാണ് മനുഷ്യരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മനുഷ്യരുടെ ജീവിതമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട്. അല്ലാതെ പ്രജേതസ്സുകൾക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലെ ഫലങ്ങളാണ്. കാലം മാറുന്നതനുസരിച്ച് കർമ്മങ്ങൾ മാറും. ഇപ്പം കൃതയുഗത്തിലുള്ള ഗോത്ര കാലഘട്ടത്തിലുള്ള ശൈലിയല്ല കൊളോണിയസത്തിലുള്ളത്. ഈ ശൈലികളെല്ലാം മാറും. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ബലങ്ങളെ, നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷങ്ങളെ, അതെല്ലാം ബലങ്ങളാണ് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ അത് പാരാസയൻസിൽ വരുന്നതാണ്. അത്തരം ബലങ്ങളെയെല്ലാം ഓരോ കാലഘട്ടം കഴിയുമ്പോൾ വേറൊരു തരത്തിൽ ചിത്രീകരിക്കും. കാരണം അതിൻ്റെ നേച്ചർ ആകെ മാറും. പക്ഷെ നമ്മുടെ ജീവിതത്തിലാകുമ്പോൾ മക്കൾ വലുതാവുമ്പോൾ നമ്മളെന്ത് ചെയ്യും? മക്കളെ ഏൽപ്പിക്കണം. പിന്നെ അവരാണ് അടുത്ത ആ യുഗം നമ്മളെ യുഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് കാലം ആ യുഗത്തിലൂടെ അവരെ കൊണ്ടുപോയിക്കോളും. അവരെ നയിക്കുന്ന കാലം തന്നെയാണ്. നമ്മളതിനെ പിടിച്ചു വെക്കാനൊന്നും ശ്രമിക്കരുത്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. പ്രചേതസ്സുകൾക്ക് മുക്തി ലഭിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒന്നിൽ പറയുന്നു മൈത്രേയം, ദീർഘകാലത്തിന് ശേഷം വിവേകജ്ഞാനം നേടിയ പ്രചേതസ്സുകൾ വിവേകജ്ഞാനം നേടുന്നു. അപ്പം വയസ്സാക്കുമ്പോഴാണ് കുറച്ചും കൂടി ഇത്തരം ജ്ഞാനമെല്ലാം കിട്ടുക. അതുവരെ കർമ്മങ്ങളുള്ളത് കൊണ്ട് ആ കർമ്മത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുകയാണ്. കർമ്മം തീരുമ്പോഴാണ് നമുക്ക് വിവേകം വരിക. അപ്പം പിന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ കുറയും. എല്ലാവർക്കും കുറയണമെന്നില്ല, കുറയുന്നവർക്ക് കുറയും. അവർക്കാണ് വിവേകം വരിക. അവർ ശ്രീഹരിയെ അനുസ്മരിച്ചുകൊണ്ട് പത്നിയെ പുത്രനെ ഏൽപ്പിച്ചിട്ട് ഗ്രഹത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോയി. അപ്പം സന്യാസത്തിലേക്ക് പോകുന്നവർക്ക് വിരക്തി ഉണ്ടാകണം. അവരുടെ കർമ്മങ്ങളെല്ലാം തീരണം. പിന്നെ ഒരു കർമ്മവും അവർക്ക് ഈ ലോകത്തിലില്ല. അതുകൊണ്ടാണ് പത്നി ഉണ്ടാകുമ്പോൾ പത്നിയുടെ കാര്യം നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ഒരു ചെറിയ കർമ്മം അവിടെയുണ്ട്. അതുകൊണ്ട് ആ പത്നി ആരെ ഏൽപ്പിക്കുന്നു? മക്കളെ ഏൽപ്പിക്കുന്നു. കാരണം റിട്ടയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യക്ക് അത്ര വയസ്സൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പൊ അവരെ കാര്യങ്ങൾ നോക്കേണ്ട ഒരു ബാധ്യതയുണ്ട് ഭർത്താവെന്ന നിലയിൽ. ഇപ്പം ചെയ്യേണ്ടത് എന്താണ്? മക്കൾ ജോലിയെല്ലാം ആയിരുന്നെങ്കിൽ മക്കളെ ഏൽപ്പിക്കുക. ഇനി ഇവളെ ശരിക്കും നോക്കിക്കൊള്ളേ എന്ന് പറഞ്ഞിട്ട് എല്ലാം സ്വതന്ത്രനാക്കിയതിന് ശേഷം ഒറ്റ പോക്കാണ് സന്യാസത്തിന്. പിന്നെ അവിടത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ കർമ്മവും തീർന്നു. ആകെയുള്ളൊരു ബാധ്യത അതായിരുന്നു. അതും കൂടി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് സന്യാസം. നമ്മൾ ധരിച്ച വരിയൊന്നുമല്ല സന്യാസം. ഇനി 2 പടിഞ്ഞാറ് ദിക്കിലുള്ള ഒരു സമുദ്ര തീരത്ത് അവിടെ വെച്ചാണ് ജാജലി എന്ന ഒരു മഹർഷി സിദ്ധനായത് എന്ന് പറയുകയാണ്. എല്ലാ ഭൂതങ്ങളിലും ബ്രഹ്മമാണ് ഉള്ളത് എന്ന ആത്മജ്ഞാനം ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. അപ്പൊ അദ്ദേഹം പടിഞ്ഞാറോട്ടേക്ക് നടന്നിട്ട് സമുദ്ര തീരത്തിലെത്തിയിട്ട്, ഇപ്പം സന്യാസത്തിന് തിരിക്കുന്നവര് പിന്നെ എല്ലാം വിട്ടിട്ട് ഒന്നിക്കുമല്ല സമുദ്രത്തിന്റെ തീരം, ആരെ ശല്യമില്ല, അവിടെ കിടക്കാം. സുഖമായിട്ട് സമുദ്രത്തിന്റെ തീരത്ത് കിടക്കാം. എല്ലേ പല ഗുഹയില്, എല്ലേ ഹിമാലയത്തിൽ പോയ ഗുഹ കിട്ടും. അപ്പൊ ഇദ്ദേഹം പോയത് ഈ സ്ഥലത്താണ്. എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാ ഭൂതങ്ങളിലും ബ്രഹ്മത്തെ കണ്ടു. അപ്പൊ പിന്നെ ഇനി നോക്കുന്നിടത്തെല്ലാം ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും, സന്യാസി ആയി കഴിഞ്ഞാൽ പിന്നെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനികൾ, അച്ഛനമ്മ, ഭാര്യ, മക്കള് ഇതൊന്നും കാണാൻ പാടില്ല.
എല്ലാം ബ്രഹ്മമായിട്ട് കാണണം. മനസ്സിനെ അങ്ങനെ ആക്കി എടുക്കണം. പിന്നെ മക്കളെ എന്ന ചിന്തയൊന്നും മനസ്സിൽ വരരുത്. സ്വത്തുക്കളെ പറ്റിയുള്ള ചിന്തയൊന്നും വരരുത്. സന്യാസിയാകുമ്പോൾ ഉടുതുണിയാടൊക്കെ ആവശ്യമില്ല. അതാണ് ഏറ്റവും ഉത്തമമായത്. എന്നിട്ട് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും കാണുന്നില്ല. കണ്ണൊന്നും കാണേണ്ട ആവശ്യമില്ല. നമ്മളൊന്നും നോക്കുന്നില്ല. നമുക്ക് കാണണ്ട, നമുക്ക് കേൾക്കണ്ട, നമുക്ക് രുചിക്കണ്ട. ആ ഒരു അവസ്ഥയിൽ അങ്ങനെ അങ്ങ് നടക്കണം. ബ്രഹ്മത്തെ മാത്രമേ ദർശിക്കാൻ പാടുള്ളൂ. അപ്പം കണ്ണെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തനങ്ങൾ നിൽക്കും, ശരീരമെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തനങ്ങൾ നിൽക്കും. ആ സ്റ്റേജ് വരുമ്പോഴാണ് സന്യാസി. അപ്പം എല്ലാ ഭൂതങ്ങളിലും ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട് ആ ആത്മജ്ഞാനം ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. 3 പ്രാണൻ, വൃത്തികൾ, വാക്ക്, മനസ്സ്, ദൃഷ്ടി എന്നിവയെല്ലാം നിയന്ത്രിക്കും. ഒന്നും കാണിയും വേണ്ട. ദൃഷ്ടിയെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്കൊന്നും കാണണ്ട. ആ നിലയിൽ കീഴടക്കി, അതിനെ കീഴടക്കണം. ഒന്നും കാണാൻ തയ്യാറാകരുത്. ആസനത്തിൽ ഇരിപ്പായി. അത് യോഗാഭ്യാസം ചെയ്യുമ്പോൾ ചില ആസനങ്ങളെ പറ്റി പറയും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ വരാത്ത പത്മാസനം പറ്റുമെങ്കിൽ പത്മാസനം. അതിലിരിപ്പായി പരബ്രഹ്മത്തിൽ മനസ്സിനെ ലയിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുക്കൽ നാരദ മുനി വന്നു. അങ്ങനെ പരബ്രഹ്മത്തിലേക്ക് ലയിച്ചുകൊണ്ട് മനസ്സിനെ അതിലേക്ക് ഒരു ആസനത്തിൽ ഇരുന്നു കൊണ്ട് പരബ്രഹ്മത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നാരദ മുനി വന്നു. നാരദൻ ആരാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞതാണ്. നാരദൻ എന്നതും ഒരു ബലമാണ്, ഒരു പ്രേരക ശക്തിയാണ്. നമ്മളെല്ലാം കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലൊരു തോന്നലുണ്ടാകും. ആ കക്ഷിയാണ് നാരദൻ. ആ തോന്നലിനനുസരിച്ചാണ് നമ്മൾ ഫൈനൽ തോന്നൽ. ഇപ്പോൾ ഒരാൾ നമ്മളെ മുമ്പിൽ വെച്ചിട്ട് നമ്മളോട് കുറച്ച് മോശമായിട്ട് സംസാരിച്ചെന്ന് വെച്ചോ, അപ്പം നമ്മളെ ഉള്ളിൽ പല തോന്നലുകളും വരും. അവൻ മോശമായിട്ടുള്ള സംസാരിച്ചത് 2 തിരിച്ചു പറഞ്ഞാലോ. അപ്പോൾ വേറൊരു മനസ്സിൽ നിന്ന് വേറൊരു ചിന്ത വരും. തിരിച്ചു പറഞ്ഞാൽ പോരാ, നല്ലോണം ഇട്ട് കൊടുക്കുക വേണ്ടത്, 2 കൊടുക്കുകയാണ് വേണ്ടത്. വേറൊരു സംഗതി പറയും, കൊടുത്താലും പോലെ ഒരു കത്തി എടുത്തിട്ട് ഒരൊറ്റ കുത്തി വെച്ചു കൊടുക്കുന്നത്. വേറൊരു മനസ്സിനെ പോട്ടെ പതനെ അങ്ങ് വിട്ടെ. ഇങ്ങനെയെല്ലാം പല ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, കാരണം ജീവിതം എങ്ങനെ പോകണമെന്ന് ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അവനെ കുത്തിക്കൊല്ലാനാണെങ്കിൽ പെട്ടെന്ന് ഒരു ചിന്ത മനസ്സിലേക്ക് കയറി വരും, നീ അവനെ കുത്തിയാണ് വേണ്ടത്. ഉടനെ ഒന്നും ആലോചിക്കാതെ എടുത്ത് കുത്തി. അങ്ങനെയാണ് ചെറിയ വാക്ക് തർക്കങ്ങളിലെല്ലാം കത്തിയെടുത്ത് കുത്തിയിട്ട് മരിക്കുന്നത്. എന്നിട്ട് അവസാനം ജയിലിൽ കിടക്കുമ്പോൾ ചിരിക്കും, ഞാനെന്ത് മണ്ടത്തരാ ചെയ്ത്, ഞാൻ ആ നിമിഷത്തിൽ എന്തായത് എന്തൊരു നിസ്സാര കാര്യമാണ്, ഇതെല്ലാം പിന്നെയാണ് ചിന്തിക്കുക. നമ്മളെ ചിന്തകളെ പോകുന്നത് പലതരത്തിൽ മനസ്സിൽ വരുമ്പോഴും ഒരു പ്രത്യേക സമയത്ത് നമ്മൾ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അത് മനസ്സിൽ ഒരു ട്രിഗറിങ് പൾസായിട്ട് വരും. ആ ശക്തിയാണ് നാരദൻ. അത് എല്ലായിടത്തും എന്ത് കർമ്മം നടക്കണ്ടെങ്കിൽ അവസാനം നാരദൻ അവിടെ പോയിട്ട് ഒന്ന് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കർമ്മം നീങ്ങിക്കും. അത് കെമിസ്ട്രിയിലെല്ലാം വളരെ പ്രധാനപ്പെട്ട, ഇലക്ട്രോണിക്സിലെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരു മാളിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഡോറ് തുറക്കുന്ന കണ്ടിട്ടില്ലേ, നമ്മളൊരു പ്രത്യേക ദൂരത്തിലെത്തുമ്പോൾ ഒരു പൾസ് അതിൻ്റെ അകത്തുനിന്ന് വരും. അപ്പോൾ ആ പൾസ് എന്ത് ചെയ്യും, ആ മോട്ടോറിനെയല്ലോ പ്രവർത്തിപ്പിച്ചിട്ട് വാതിൽ തുറക്കും. അപ്പോൾ ഈ പൾസ് പോയിട്ട് അവിടെ കുത്തി ചെയ്യുക സർക്യൂട്ടിനെ. അപ്പോഴാണ് മോട്ടോർ ഓണാവുക. ഇത് ഇലക്ട്രോണിക്സിലെ ട്രിഗറിങ് പൾസ് എന്ന് പറയും. അപ്പം ഇങ്ങനെ ചില പ്രേരക ശക്തികൾ നമ്മളെ മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്. അപ്പം ഈ നാരദൻ എന്ന് പറയുന്നത് വേറെ എവിടുന്നെങ്കിലും കയറി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ മനസ്സിൽ വരുന്ന ചിന്തകളാണ്. ആ ചിന്തകളാണ് ഇവിടെ പറയുന്നത്. ചിന്ത എന്ന് പറഞ്ഞാൽ ഫലത്തിലേക്ക് നയിക്കുന്ന ചിന്തകൾ, അല്ലാതെ വെറുതെ പലതും ചിന്തകൾ അതൊന്നുമില്ല. അവസാനം എങ്ങോട്ടേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്ന ആ ചിന്ത, അതിനെ പ്രേരിപ്പിക്കുന്ന ശക്തി. അപ്പം നാരദനെ അടുത്ത് കണ്ടപ്പോൾ പിന്നെ കഥയിൽ പറയുമ്പോൾ കഥാപാത്രമായിട്ടാണല്ലോ
അദ്ദേഹം എഴുന്നേറ്റ് നമസ്കരിച്ച് ഒരു നല്ലൊരു ഇരിപ്പിടയിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം പിന്നെ അങ്ങനെ സുഖമായിട്ടിരുന്നിട്ട്, അല്ലാതെ ഈ തലയിലുള്ള പൾസൊന്നും എവിടേക്ക് ഇരിക്കാനൊന്നും പോകുന്നില്ല. കഥയിൽ വരുമ്പോൾ കഥയുടെ രൂപത്തിൽ അതിനെ അങ്ങ് വ്യാഖ്യാനിക്കുന്നതായിട്ട് കണ്ടാകും. ഇരിപ്പുറപ്പിച്ച മുനിയോട് ചോദിച്ചു. അപ്പം മുനി വന്നിട്ട്, നാരദ മുനി വന്നിട്ട് ഇരുന്നപ്പോൾ നരസുഖമായി ഇരുന്നതിന് ശേഷം ചോദിച്ചുണ്ട്. അത് നമുക്കുള്ള ഉപദേശമാണ്. ആരെങ്കിലും വരുമ്പോൾ ചാടിക്കരിച്ച് എടുക്കുമ്പോൾ അന്ന് ഇരുത്തി കഴിഞ്ഞ് കുടിക്കാനെല്ലാം എന്തെങ്കിലും കൊടുത്തിട്ട് വേണം ചോദിക്കാം. ദേവർഷേ, അഞ്ചിലും പറയണം, അങ്ങക്ക് സ്വാഗതം. ഭാഗ്യവശാൽ അങ്ങയുടെ ദർശനം കിട്ടി. ബ്രഹ്മസ്വരൂപനായ അങ്ങയുടെ സാന്നിധ്യം, ബ്രഹ്മസ്വരൂപനായ അങ്ങയുടെ സാന്നിധ്യം, ബ്രഹ്മസ്വരൂപം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് എല്ലാമായിട്ട് ആക്ട് ചെയ്യുന്നത്. ബ്രഹ്മത്തിൽ എന്താണോ പ്ലാൻ ചെയ്തത് അതിനനുസരിച്ചാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം ബ്രഹ്മം നിശ്ചയിച്ച തരത്തിൽ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുവാൻ വിട്ടിരിക്കുന്ന ശക്തിയാണ് ഓരോ സമയത്ത് എത്തുമ്പോൾ കുത്തി. അത് ബ്രഹ്മാവായാലും വേണ്ടിയില്ല, വിഷ്ണു ആയാലും വേണ്ടിയില്ല, ശിവനായാലും വേണ്ടി അവിടെ പോയിട്ട് കുത്തി ഇളക്കി കൊടുക്കും. അപ്പം ബ്രഹ്മത്തിൻ്റെ പ്രതിനിധിയായിട്ട് വരുന്നത്. അപ്പം ബ്രഹ്മസ്വരൂപം തന്നെയാണ് ആര്? ഈ നാരദൻ. അങ്ങയുടെ സാന്നിധ്യം സൂര്യൻ അന്ധകാരം അകറ്റുന്നത് പോലെയാണ്. സൂര്യൻ അന്ധകാരമായിട്ടുള്ളത്, സൂര്യൻ വന്നു കഴിഞ്ഞാൽ ഇരുട്ട് മാറും. അതേപോലെ നമ്മളെ മനസ്സിൽ ആകെ ഒരു കൺഫ്യൂഷൻ, എങ്ങോട്ട് പോകണമെന്നറിയാതെ അന്ധകാരത്തിൽ കിടന്ന് നട്ടം തിരിയുക എന്ന് പറഞ്ഞിട്ടില്ല. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, ഇരുട്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അതേപോലെ കുറേ പ്രശ്നങ്ങൾ, അത് ചെയ്യണോ ഇത് ചെയ്യണോ, കുറേ ആശയക്കുഴപ്പം മനസ്സിൽ കിടക്കുമ്പോൾ ഈ നാരദം വന്നിട്ട് പറയും, നീ ഇത് ചെയ്തു, കാരണം നിന്റെ വിധി അങ്ങോട്ട് പോകാനാണ്. അതിൻ്റെ ഗുണദോഷം അതിനനുസരിച്ച് അനുഭവിക്കും. അതുപോലെയാണ് നാരദൻ. ഒരു നാരദനോട് പറയുകയാണ്, സർവജ്ഞരായ ശ്രീരുദ്രൻ, ശ്രീഹരി എന്നിവരെല്ലാം നമുക്ക് കുറേ ഉപദേശം തന്നിരുന്നു. പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഈ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലടക്ക് മുറുകിക്കിടക്കുന്നത് കൊണ്ട് ഇതുവരെ ലോകകാര്യമെല്ലാം നോക്കിയിട്ട് ഭൗതിക ലോകത്തിൽ ജീവിക്കുകയായിരുന്നു. അപ്പം അങ്ങേര് പറഞ്ഞതൊന്നും ഇപ്പോൾ ഒന്നില്ല, ഞങ്ങളും മറന്നുപോയി. അതുകൊണ്ട് ഒന്നും കൂടിയും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം മനസ്സിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്നുള്ള ഓർമ്മകൾ കുത്തി ഇളക്കി വിടുകയാണ് നാരദൻ്റെ ജോലി. ആകയാൽ ആ ആത്മജ്ഞാനത്തെ ഞങ്ങൾക്ക് തെളിയിച്ചു തന്നാൽ. അപ്പോൾ നമ്മളെ മനസ്സിലോട്ട് തന്നെയാണ് നമുക്ക് എന്തുണ്ടാവുക, ഒന്ന് പറഞ്ഞു തരും, നീ ഇന്നേന്ന വഴിക്കൂട്ട പോകുന്നത്. അത് നാരദനാണ് കാണിച്ചു തരുന്നത്. പല വഴിയുണ്ടാവില്ല, പക്ഷെ ഏതിലേക്ക് പോകണം, പല മനസ്സിലും പലതും, അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയാൽ. പക്ഷെ അത് നാരദൻ പറയും ഇങ്ങോട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് തെളിയിച്ചു തന്നാൽ അതിലൂടെ സംസാര സാഗരത്തെ എളുപ്പം മറികടക്കാനാകും. അപ്പം അങ്ങനെയുള്ള ആ സമയത്താണ് നമുക്ക് പ്രശ്നങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഒരു സംശയവും ഒരാശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ കൊടുക്കണ്ടേ, ഇനി പകുതി കൊടുത്താലോ, അല്ലെങ്കിൽ കേൾക്കാതെ മാതിരി നടിച്ചാലോ, ഇങ്ങനെയെല്ലാം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ശരിയായ വഴി ആ നാരദൻ വന്നു പറയാം, നീ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കൺഫ്യൂഷനല്ല അപ്പോഴേ തീരുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ സംസാര സാഗരത്തെ മറികടക്കാൻ എളുപ്പത്തിൽ സാധിക്കും. കാരണം നമ്മൾ എങ്ങോട്ടാണോ പോകേണ്ടത് ആ വഴിക്ക് നാരദൻ തെളിച്ചുകൊണ്ട് പോയിക്കോളും. ഇതിൻ്റെ 8 മൈത്രേയം പറയുകയാണ്, ശ്രീഹരിയിൽ മനസ്സർപ്പിച്ച് സർവജ്ഞനായി കഴിയുന്ന നാരദ മഹർഷി, നാരദനെപ്പോഴും ശ്രീഹരിയിൽ മനസ്സർപ്പിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതായത് ആ ശ്രീഹരിയാണല്ലോ ഈ ലോകത്തെ മുന്നോട്ടേക്ക് അയക്കുന്നത്. അപ്പം നമ്മൾ എങ്ങോട്ടേക്ക് പോകണോ എന്ന് തീരുമാനിച്ചാൽ ശ്രീഹരി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ആ വഴിയിലേക്കാണ്, അതിൽ മനസ്സർപ്പിച്ചുകൊണ്ടാണ് ഈ നാരദ ചിന്ത നമ്മളിൽ ഉണ്ടാക്കുക. സർവജ്ഞനായി കഴിയുന്ന നാരദ മഹർഷി പ്രജേതസ്സുകളോട് ഇങ്ങനെ പറഞ്ഞു. 9 ഈ ലോകത്തിൽ മനുഷ്യർക്ക് യാതൊന്നിലൂടെ സർവേശ്വരനായ ശ്രീഹരിയെ സേവിക്കുവാൻ അവസരം ലഭിക്കുന്നുവോ അതുതന്നെ യഥാർത്ഥ ജന്മം. അപ്പം നമ്മുടെ യഥാർത്ഥ ജന്മം എന്താണ്? ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ശ്രീഹരിയെ സേവിക്കുക.
ശ്രീഹരിയെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ശ്രീഹരിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ പൂജ നടത്തുകയും മന്ത്രം ചൊല്ലലല്ല. ശ്രീഹരിയെ സേവിക്കുക. എങ്ങനെയാണ് സേവിക്കേണ്ടത്? നമ്മളെ ജനിപ്പിച്ചത് ഒരു കർമ്മമുണ്ട്. ആ കർമ്മം സമയാസമയങ്ങളിൽ ശ്രീഹരിക്കായിക്കൊണ്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ചെയ്യുന്നതും ശ്രീഹരിക്കായിക്കൊണ്ട് ചെയ്യുന്നതും ഒരേ കർമ്മം തന്നെയായിരിക്കും. ഇപ്പം എനിക്കൊരാഗ്രഹം തോന്നുന്നു ഒരു വീട് വെക്കണമെന്ന്. വീട് വെക്കുമ്പോൾ എന്താണ്? ലോകം പുരോഗമിക്കുകയാണ്. പുതിയ തരം വീടുകൾ പഴയത് പൊളിച്ച് പുതിയ വെക്കുമ്പോൾ നാട് പുരോഗമിക്കുകയാണ്. അതാണ് ശ്രീഹരി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ വീട് വെക്കുന്നതിനാണ് എനിക്ക് എൻ്റെ ഫാമിലിക്കെല്ലാം വേണ്ടിയിട്ട് എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ വീട് വെക്കുന്നതും എന്നെ സൃഷ്ടിച്ചത് ഈ ശക്തി ഈ ഒരു വീട് വെക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞാനിത് ആദ്യം വെച്ചു കൊടുക്കുന്നു. അത് കുടുംബത്തിന് താമസിക്കാനുള്ള ഒരു വീട്. ആ ശക്തി എന്നെ നിർബന്ധിക്കുകയാണ്, ഞാൻ വെച്ചു കൊടുക്കുന്നു എന്ന നിലയിൽ വെക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല. പ്രാക്ടിക്കലായിട്ട് വ്യത്യാസമില്ലെങ്കിലും അതിന് വലിയ മാനസികപരമായ വശമുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന, അതിനായിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ജന്മം. അതുതന്നെയാണ് യഥാർത്ഥ കർമ്മം. യഥാർത്ഥ കർമ്മം എന്ന് പറഞ്ഞാൽ ശ്രീഹരിക്കായിട്ട് ചെയ്യുക, ആ പ്രകൃതി ശക്തിക്കായിട്ട് ചെയ്യുക. അതുതന്നെ യഥാർത്ഥ ജീവിതകാലം. ജീവിതകാലം മുഴുവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അതിനായിക്കൊണ്ടായിരിക്കണം. അതുതന്നെ യഥാർത്ഥ മനസ്സും വാക്കുമാകണം. നമ്മുടെ വാക്കും മനസ്സും എല്ലാം വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും അത് ശ്രീഹരി നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എനിക്ക് എന്ന നിലയിൽ വാക്ക് പ്രയോഗിക്കുമ്പോഴാണ് നമ്മളെ കേൾക്കുന്നവർക്ക് നമ്മളെപ്പറ്റി നല്ല അഭിപ്രായം എന്ന നിലയിൽ പറയുക. അല്ല, അതിനു വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ ഒരാളെ മുന്നിൽ എത്തുന്ന അയാളെ കുറ്റം, അയാൾക്കെന്തോ കുറ്റമുണ്ട്, അത് പറയാൻ നമ്മൾ ബാധ്യസ്ഥമാണെങ്കിൽ നമ്മൾ ധൈര്യത്തിൽ പറയും. കാരണം ശ്രീഹരിയാണ് എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നത്. അയാളെ കുറ്റം ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷേ ഞാനെന്ന് ചിന്തിച്ചിട്ട് പറയുമ്പോൾ ഞാനിത് പറഞ്ഞാൽ അയാൾക്ക് എന്നോട് ദേഷ്യം വരില്ല, അതുകൊണ്ട് വേണ്ട, കുറച്ച് നല്ല അടിച്ചേക്കാം. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പം മനസ്സും വാക്കും അത്തരത്തിലാകും. 10 പറയുകയാണ്, നല്ല മാതാപിതാക്കളിൽ നിന്ന് പിറന്ന് ഉപനയനം, ദീക്ഷണ എന്നീ 3 തരം ജന്മങ്ങളിലൂടെ ഈ ജന്മത്തിൽ എന്തു ഫലമാണ് ലഭിക്കുക? ഏത് മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചാലും ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഇതേപോലെ ചെയ്താലും, അതായത് നമ്മൾ ആചാരം എന്ന നിലയിൽ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ പലതും ആചാരം എന്ന നിലയിലാണ്. രാവിലെ എണീറ്റാൽ പല്ല് തേക്കുന്ന തന്നെ ഒരു ആചാരം. രാവിലെ എണീറ്റപ്പാട് പല്ല് തേക്കണം, എന്നിട്ട് ചായ കുടിക്കണം, ഇങ്ങനെയെല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ആചാരന്മാരെ അങ്ങനെ ചെയ്തു പോവുകയാണ്. ഉപനയനവും ദീക്ഷയെല്ലാം 3 തരം ജന്മങ്ങളുടെ ഈ ജന്മത്തിൽ എന്ത് ഫലമാണ് ലഭിക്കുക? അതുകൊണ്ട് ഈ ജന്മത്തിലെ കാര്യമായിട്ട് ഒരു ഫലവും ലഭിക്കാൻ പോകുന്നില്ല. വേദയുക്തമായ കർമ്മങ്ങൾ കൊണ്ടും ദേവതകൾക്ക് തുല്യം ദീർഘിപ്പിച്ച ആയുസ് കൊണ്ടും എന്ത് ഫലം? വേദത്തിൽ പറയുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക. വേദം എന്താണ്? സയൻസാണ്. ആ വേദങ്ങളിൽ പറയുന്ന അനുസരിച്ച് കർമ്മം ചെയ്യുക. ദേവതകൾക്ക് തുല്യം, എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകൾ തന്നെയാണ്. അപ്പോൾ സൂര്യൻ ഒരു ദേവതയാണ്. സൂര്യൻ കർമ്മം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ കർമ്മം ചെയ്യുന്നു. അതിലൂടെ ദീർഘ ആയുസ് ലഭിക്കുന്നു എന്ന് വെച്ചോ. അതുകൊണ്ട് എന്ത് ഫലം? അതുകൊണ്ടൊന്നും ഒരു ഫലം ഇല്ല. പിന്നെ എന്താണ്? 11 ശാസ്ത്രജ്ഞാനം കൊണ്ട്, കുറേ ശാസ്ത്രം പഠിച്ചത് കൊണ്ടും തപസ് ചെയ്തത് കൊണ്ടും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ മനസ്സർപ്പിച്ച് കർമ്മം ചെയ്തത് കൊണ്ടും വാക്ചാതിൽ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കാനോ എല്ലാം ബോധിപ്പിക്കാനോ തൃപ്തിപ്പെടുത്താനുള്ള നല്ല വാക്സാമർത്ഥ്യം ഉള്ളത് കൊണ്ടും നാനാ കാര്യങ്ങളിൽ ഓർമ്മിക്കാൻ എനിക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്. പണ്ടുള്ള എല്ലാം ഞാൻ ഓർത്തെടുക്കും. ഇങ്ങനെയുള്ള ഓർമ്മിക്കൽ കൊണ്ടും കഴിവുകൊണ്ടും എന്ത് ഫലം? ബുദ്ധി, നല്ല ബുദ്ധിയുണ്ട്, ബലമുണ്ട്, ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഇന്ദ്രിയ പാഠവങ്ങളുണ്ട്. ഇതുകൊണ്ടെല്ലാം എന്ത് ഫലമാണുള്ളത്? അതുകൊണ്ടൊന്നും ഒരു ഫലവും ഇല്ല.
യാതൊന്നിലൂടെ സ്വരൂപ സാക്ഷാത്കാരത്തിലുള്ള ശ്രീഹരിയെ പ്രാപിക്കുന്നില്ലയോ, ഏതൊന്നിലൂടെ 12 പറയാണ്, സ്വരൂപ സാക്ഷാത്കാരത്തിലൂടെ നമ്മുടെ സ്വരൂപത്തെ ആ ബ്രഹ്മവുമായിട്ട് യോജിപ്പിക്കുക, ഞാനും ആ ബ്രഹ്മവും ഒന്നായി തീരുക, ആ അവസ്ഥയിൽ എത്തുന്നില്ലെങ്കിൽ ഏതിലൂടെ യോഗാഭ്യാസം ചെയ്താലും പ്രാണായാമം ചെയ്താലും ആത്മജ്ഞാനം സന്യാസം എന്നിവ കൊണ്ട് എന്ത് ഫലം? അതുകൊണ്ട് ഒരു ഫലമൊന്നുമില്ല. യോഗാഭ്യാസം ബ്രഹ്മസാക്ഷാത്കാരത്തിന് യോഗ ചെയ്യുക, പ്രാണായാമം ചെയ്യുക, സന്യസിക്കാൻ പോവുക, ആത്മജ്ഞാനം നേടാൻ പ്രഭാഷണം കേട്ട് നടക്കുക, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. പ്രയോജനം എപ്പോഴേ ഉള്ളൂ, ഞാനാണ് ആ ബ്രഹ്മം എന്ന തിരിച്ചറിവ്. ഈ ലോകത്തിലുള്ളതെല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മമാണ് ഇവിടെ ഹിന്ദുവായിട്ടും മുസ്ലിമായിട്ടും ക്രിസ്ത്യാനിയായിട്ടും മാറിയിരിക്കുന്നത്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമായിരിക്കുന്നത്. ബ്രഹ്മം തന്നെയാണ് പട്ടിയും പൂച്ചയായിട്ടെല്ലാം മാറി വന്നിരിക്കുന്നത് എന്നുള്ള ചിന്ത എല്ലാം ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതൊരു താൽക്കാലിക അറേഞ്ച്മെൻ്റാണ്, ഒരു മായയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ മാറ്റിട്ട് പോകും. ഈ ഒരു ജ്ഞാനം, ആ സ്വരൂപമാണ് എല്ലാം എന്ന ജ്ഞാനത്തിൽ എത്താതെയുള്ള യോഗാഭ്യാസവും പ്രാണായാമവും ആത്മജ്ഞാനം നേടാൻ വേണ്ടിയുള്ള പാച്ചിലും സന്യാസവും ഒന്നും അതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല. വൈരാഗ്യാദികൾ കൊണ്ടും എന്ത് ഫലം? വെറുതെ വൈരാഗ്യം, നേരത്തെ പറഞ്ഞ വൈരാഗ്യമാണ് സന്യാസ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വൈരാഗ്യം. ഈ ലോകത്തോടുള്ള എല്ലാത്തോടും വൈരാഗ്യം വരണം. പക്ഷേ ചില വ്യക്തികൾക്ക് എല്ലാത്തോടും വെറുപ്പ്, ഒന്നോടും താല്പര്യമില്ലാതെ വന്നത് അത് ചിലപ്പോൾ നിരാശ കൊണ്ടുവരുന്നതാണ്. ആ വൈരാഗ്യം ഉണ്ടായിട്ടും കാര്യമില്ല. എല്ലാത്തോടും ഒരു വെറുപ്പ് എന്ന തരത്തിൽ ഉണ്ടാകുന്ന ഒരു വൈരാഗ്യം, അതിനെ കൊണ്ട് ഒരു കാര്യമില്ല. എല്ലാ സുഭിക്ഷതയുണ്ടായി എന്നിട്ടും നമുക്ക് വൈരാഗ്യം വരിക, അതിനോട് താല്പര്യമില്ലാതെ വരിക, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടതാണ്. അല്ലാതെ എന്തെങ്കിലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിരാശ വന്ന് ആകെ അതിൽ നിന്ന് ഉരുതിരിഞ്ഞ് ഒരു തരം പ്രകൃതിയോട് ഈ ലോകത്തോട് ഒരു വെറുപ്പ് തോന്നി ഒരു വൈരാഗ്യം, അങ്ങനത്തെ വൈരാഗ്യം കൊണ്ട് ഒരു കാര്യമില്ല. ഇനി 13 കാരണം എല്ലാ സത്ഫലങ്ങളുടെയും പരമകാഷ്ഠ ആത്മാവാവും സകല ജീവജാലങ്ങളുടെ ആത്മാവും ആ ആത്മാവിന് പ്രിയങ്കരമായി നിൽക്കുന്നത് ശ്രീഹരിയുമാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിൻ്റെയും പരമകാഷ്ഠ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ, ആത്മാവ് എന്ന് പറഞ്ഞത് ഒരു പ്ലാനാണ്. പരമാത്മാവ് ഈ പ്രപഞ്ചം നിർമ്മിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് ഒരു വീട് നിർമ്മിക്കുന്നതിന് ഒരു പ്ലാനുണ്ട്. ആ പ്ലാനാണ് വീടായി മാറുന്നത്. അപ്പം വീട്ടിലെ എന്തെല്ലാം രൂപത്തിലെല്ലാം ഉണ്ടോ അതെല്ലാം ഏതിൽ നിന്ന് വന്നതാണ്? ആ പ്ലാനിൽ നിന്ന് വന്നതാണ്. അപ്പം ഈ പ്രപഞ്ചം എന്തെല്ലാമായിട്ട് നമ്മൾ കാണുന്നുണ്ടോ അതെല്ലാം ആ ആത്മാവാണ്. സകല ജീവജാലങ്ങളുടെയും ആത്മാവ് ഒന്നാണ്. ആ പ്ലാനിൽ നിന്ന് വന്നതാണ്. സകല ജീവജാലങ്ങളുടെ ആത്മാവ്, അതിനെ ജീവാത്മാവ് എന്ന് പറയും. അത് ആ പരമാത്മാവ് പ്രപഞ്ചത്തിൻ്റെ പ്ലാനിൽ നിന്ന് വന്നതാണ്. ആ ആത്മാവിന് ഏറ്റവും പ്രിയമായിട്ട് നിൽക്കുന്നത് ശ്രീഹരിയാണ്. അപ്പം ശ്രീഹരിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും പ്രിയങ്കരം എന്ന് പറഞ്ഞാൽ ശ്രീഹരിയുടെ ഇഷ്ടത്തിൽ നിന്നാണ് പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള ഒരു പ്ലാനായ പരമാത്മാവ് ഉണ്ടായത്. ആ പരമാത്മാവിൽ നിന്നാണ് ഓരോ ജീവജാലങ്ങളും പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും ഉണ്ടാക്കിയെടുത്തത്. അതതിൻ്റെ ജീവാത്മാവാണ്. അപ്പം ഇതെല്ലാം തന്നെ ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് മാത്രമാണ് ആത്മജ്ഞാനം. അല്ലാതെ സന്യാസം കൊണ്ടോ ആത്മീയ പ്രഭാഷണങ്ങൾ കേട്ട് നടന്നത് കൊണ്ടോ യോഗാഭ്യാസം ചെയ്തത് കൊണ്ടോ
വല്ല വേഷവും ധരിച്ചത് കൊണ്ടോ, വല്ല ഭക്ഷണവും ഉപേക്ഷിച്ചത് കൊണ്ടോ, വല്ല അമ്പലത്തിലും പോയത് കൊണ്ടോ, അവിടെ പോയി എന്തെങ്കിലും വഴിപാട് നടത്തിയോണ്ടൊന്നും ആത്മജ്ഞാനം ലഭിക്കില്ല. ആത്മജ്ഞാനം കണ്ടെങ്കിൽ എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ പഠിക്കും. ഇനി 14 വൃക്ഷത്തിന്റെ കടക്കൽ വെള്ളം നനച്ചതുകൊണ്ട് അതിൻ്റെ മറ്റു ഭാഗങ്ങൾ പുഷ്ടിപ്പെടുന്നത് പോലെ ഒരു വൃക്ഷത്തിന് മൂട്ടിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പക്ഷെ അതുകൊണ്ട് ആ വൃക്ഷം മുഴുവൻ പുഷ്ടിപ്പെടും. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മളെ പ്രാണൻ ശക്തമാകും. പ്രാണനിലൂടെ ഇന്ദ്രിയങ്ങളെല്ലാം കെൽപ്പുള്ളതായി മാറുന്നത് പോലെ എല്ലാ ദേവതകളെയും ആരാധിക്കുന്നതിനുള്ള ഇതിന് സമാനമാണ് ഹരിയെ, ശ്രീഹരിയോടുള്ള ആരാധന. ഒന്നിനെ ആരാധിക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനെയും ആരാധിക്കും. പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശ്രീഹരിയെ ആരാധിക്കുന്നത്. കാരണം ശ്രീഹരിയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാമായി മാറിയത്. അപ്പം പ്രപഞ്ചത്തെ ആരാധിക്കണ്ടെങ്കിൽ ആ ശ്രീഹരിയെ ആരാധിക്കണ്ടെങ്കിൽ അത് പ്രപഞ്ചത്തിലെ എല്ലാമായി മാറി. ഹിന്ദുവായിട്ടും മുസ്ലിമായും ക്രിസ്ത്യാനിയും ബ്രാഹ്മണ ക്ഷത്രിയ വച്ച പട്ടി പൂച്ച എല്ലാമായിട്ട് മാറിയിട്ടുണ്ട്. അതിനോടെല്ലാമുള്ള ആരാധനയാണ് ശ്രീഹരിയോടുള്ള ആരാധന. പതിനഞ്ചിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഏത് വെള്ളം സൂര്യനിൽ നിന്നും മഴയായി പെരുന്നുവോ, മഴക്കാലത്ത് സൂര്യൻ്റെ, അതായത് അന്തരീക്ഷത്തിലുള്ള ജലം, സൂര്യനാണ് എടുത്ത് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്, ആ ജലം മഴയായി പെയ്യുന്നുവോ, ഏത് കാലത്ത്, അതായത് വേനൽക്കാലത്ത് ഈ വെള്ളം ഭൂമിയിൽ നിന്നും സൂര്യനിലേക്ക് തിരിച്ചെത്തുന്നുവോ, സൂര്യനിൽ നിന്നാണ് മഴയായിട്ട് പെയ്യുന്നത്. വേനൽക്കാലത്ത് അതേ സൂര്യൻ ചൂട് പിടിക്കുമ്പോൾ ഈ വെള്ളം തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും, സ്ഥാവര ജംഗമ എല്ലാ വസ്തുക്കളും, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ആ ശ്രീഹരിയിൽ നിന്ന് അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്നും വന്നിട്ട് മരിക്കുമ്പോൾ തിരിച്ച്, അല്ലെങ്കിൽ ലോകം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒടുവിൽ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകും. അപ്പോൾ അതിൽ നിന്ന് വന്ന സാധനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. എല്ലാതരം മനുഷ്യരും ഉച്ചനീചത്വങ്ങളൊന്നും പാടില്ലാതെ എല്ലാവരെയും അതിൻ്റെ അംശമായി കാണാനുള്ള കഴിവ് നേടാത്തിടത്തോളം കാലം യോഗയല്ല, ആത്മീയ പ്രഭാഷണമല്ല, അമ്പലങ്ങളല്ല, പള്ളികളിലല്ല, എവിടെ പോയി ചുറ്റിക്കറങ്ങിയാലും ബ്രഹ്മസാക്ഷാത്കാരം കിട്ടില്ല, ആത്മജ്ഞാനം ലഭിക്കില്ല. 16 പറയുന്നു, ഈ വിശ്വം, ഈ കാണുന്ന പ്രപഞ്ചം ആ വിഷ്ണുവിൻ്റെ സർവ ഉപാധികൾക്കും അതീതമായ രൂപം തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ആ ബ്രഹ്മത്തിൻ്റെ ഒരു രൂപമായിട്ട്, പ്രതിരൂപമായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷേ എല്ലാ ഉപാധികൾക്കും അതീതമായ രൂപം തന്നെയാണ്. ഉപാധികളൊന്നും ഉണ്ടാകരുത്. കാരണം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ അത് തങ്ങാണ്, ഇത് മാവാണ്, അങ്ങനെ രണ്ടായി കാണാതെ എന്തെല്ലാം ഇവിടെ ഉണ്ടായോ അതിൻ്റെ ഒരു രൂപം തന്നെയായിട്ട് നമുക്ക് കാണാൻ പറ്റണം. ഇതിൻ്റെ അകത്തുള്ളതിനെ വേർതിരിച്ച് ഉപാധികൾ ഉണ്ടാകാൻ പാടില്ല, ഒന്നിനെ വ്യത്യസ്തമായി കാണാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിൻ്റെ രൂപമാണ് എന്ന ഒരു ഉപാധിയില്ലാതെ കാണാൻ ശ്രമിക്കുക. ഏതുപോലെ ചില കാലത്ത് അതങ്ങനെ ഉണ്ടാകുന്നു, ഒരു സമയത്ത് അതിൽ നിന്ന് കുറച്ച് വന്നിട്ട് ഇങ്ങനെയല്ല ഒരു പ്രപഞ്ചമായിട്ട് മാറുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. ആ തരത്ത് കാണണം. ഏതുപോലെ സൂര്യൻ്റെ പ്രഭ പോലെ, യഥാർത്ഥത്തിൽ സൂര്യനിൽ നിന്നും പ്രഭ ഇങ്ങനെ ചൊരിയുന്നത് പോലെ യഥാർത്ഥത്തിൽ ഈ പ്രഭ തന്നെയാണ്, ആ സൂര്യൻ തന്നെയായിട്ട് കാണണം. ജാഗ്രതാവസ്ഥയിൽ പ്രവർത്തനത്തിലിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, നമ്മൾ ജാഗ്രതാവസ്ഥയിൽ ഇരിക്കുമ്പോഴും എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തനത്തിൽ ഇരിക്കുമ്പോൾ സുഷുപ്തിയിൽ എന്തായിപ്പോകും, എല്ലാം പോയിട്ട് അതിൽ ലയിക്കും. നല്ല ഗാഠനിദ്രയിൽ പിന്നെ ഒന്നുമില്ല. അതേപോലെ തന്നെ ആ ബ്രഹ്മത്തിൽ നിന്നാണ് വന്നത് ഈ ഇങ്ങനെയൊരു ജാഗ്രതാവസ്ഥയിലുള്ള പ്രപഞ്ചമുണ്ടായി. പക്ഷേ കുറച്ച് കഴിയുമ്പം തിരിച്ച് അതിലേക്ക് തന്നെ പോകും.
നിന്തിരുവടി അങ്ങനെയുള്ള ആ വിഷ്ണു ദ്രവ്യം ക്രിയ കാണുന്ന വസ്തുക്കൾ അല്ലെ കാണുന്ന പ്രവൃത്തികൾ എന്നിവയ്ക്കെല്ലാം അതീതമാണ്. ഭേദവിഭ്രാന്തിക്കും അതീതനാണ്. എല്ലാ അഹങ്കാരങ്ങൾക്കും അതീതമാണ്. നമുക്ക് പലതായി തോന്നുന്നത് അഹങ്കാരമാണ്. അത് എൻ്റേത്, ഇതെല്ലാം അഹങ്കാരമാണ്. അത് തേങ്ങയാണ്, ഇത് മാങ്ങയാണ്, അത് വ്യത്യസ്തമാണ്. ഇതെല്ലാം ഓരോ അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മുടെ മനസ്സിലുള്ള ചിന്താഗതികൾ കണ്ട് കേട്ട് അതിനെല്ലാം വ്യാഖ്യാനിച്ചിട്ടുണ്ടാകുന്നതാണ്. ചെയ്യുന്ന പ്രവൃത്തികൾ ഇതെല്ലാം അഹങ്കാരങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. ഭേദവിഭ്രാന്തി മൂലം ഉണ്ടാകുന്നതാണ്. പലതായിട്ട് നമുക്ക് അതിനെ തോന്നുകയാണ്. എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണെങ്കിൽ അതിനെ പല. ഇപ്പോൾ സ്വർണ്ണക്കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്നത് മുഴുവൻ ഒരേപോലെ ദർശിക്കാൻ നമുക്ക് പറ്റുന്നില്ല. സ്വർണ്ണക്കടയിലെ വള മാള ഇങ്ങനെ ഓരോന്നും പല രൂപത്തിലാണ്. എല്ലാം എന്ത് തന്നെയാണ് ആയിരിക്കുന്നത്? സ്വർണം തന്നെയായിട്ട് ആണ് ഉള്ളത്. സ്വർണം തന്നെയാണ്. അതിനെല്ലാം സ്വർണം എന്ന നിലയിൽ മാത്രം നമുക്ക് ദർശിക്കാൻ പറ്റുന്നില്ല. ഓരോന്നിനും ഓരോ രൂപത്തിലാണ് നമ്മൾ. അതാണ് ഭേദവിഭ്രാന്തി. ആ വിഭ്രാന്തി ഇല്ലാതെ ഒരു ജ്ഞാനമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പൊ സ്ത്രീകൾക്കാണ് ഇതിനെ ആഭരണങ്ങൾ. നമ്മളെല്ലാം കടയിൽ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരെ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുക. അവരെ സംബന്ധിച്ച് ഇത് സ്വർണ്ണമാണ്. അതിൻ്റെ വില എത്രയാണ്? ഒരു പവന് 75,000 രൂപയാണ്. 75,000 രൂപ. ഇവരാണ് ഈ ആര് നോക്കുന്ന പുരുഷൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വർണത്തിന് 75,000. അതങ്ങനെയാണ് ചിന്തിക്കുക, സ്വർണമായിട്ടാണ് ചിന്തിക്കുക. എന്നാൽ സ്ത്രീകളാണെങ്കിലോ അതെടുത്ത് ഇതെടുത്ത് ഒരു 10 എല്ലാത്തിനും അവിടെയുള്ള എല്ലാം എടുത്ത് വലിച്ചിട്ടിട്ട് നോക്കും. അവരുടെ മനസ്സിലതല്ല, വിഭ്രാന്തിയാണ്, ഭേദവിഭ്രാന്തിയാണ്. അപ്പോഴേ ഏത് തരത്തിലാകണം? ഇതെല്ലാം സ്വർണം തന്നെ ഒന്നടിച്ചു വരുത്തിയിട്ടുണ്ട്, ഒന്നുഷ്ടിയിട്ടുണ്ട്. ഈ നിലയിൽ ലാഘവത്തോടെ കാണാൻ, അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം കാണാൻ ശ്രമിക്കണം. അപ്പം ആ നിന്തിരുവടി ഈ വിഭ്രാന്തിക്കെല്ലാം അതീതമാണ്. 17 വേറെ ഉദാഹരണ സഹിതം പറയുകയാണ്. ആകാശത്തിൽ മഴക്കാറുണ്ടാകും, പിന്നെ വെളിച്ചം വരും, പിന്നെ ഇരുട്ട് വരും. ഇങ്ങനെ ക്രമത്തിൽ മാറി മാറി വരും. ഓരോന്നായി ആവിർഭവിക്കുന്നത് പോലെ അവസാനം ഇല്ലാതെയാകും. അതുപോലെ രജസ്, തമസ്, സത്വഗുണം ഈ 3 ഗുണങ്ങളിലൂടെ, അതായത് ന്യൂട്ടൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോയിലൂടെയാണ് പല ഗുണങ്ങളായിട്ട് പരബ്രഹ്മത്തിൽ നിന്നും പല ഗുണങ്ങളായിട്ട് എല്ലാം വേർതിരിഞ്ഞിട്ട് ഈ ജഗത്തുണ്ടാവുകയും അവസാനം പോയി അതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നത്. ഇപ്പം ബ്രഹ്മത്തിൽ നിന്ന് ന്യൂട്ടൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോ പ്രകാരം അല്ലെ സത്വരജോ തമോ ഗുണപ്രകാരമാണ് പല ഗുണങ്ങളായിട്ട് മാറിയിട്ട്, വസ്തുക്കളായിട്ട് മാറിയിട്ട് ഈ ജഗത്തുണ്ടായത്. പിന്നെ അത് തിരിച്ച് ബ്രഹ്മത്തിൽ പോയി ലയിക്കുകയും ചെയ്യും. സ്വർണത്തിൽ നിന്ന് വളകളും മാലകളും എല്ലാം ഉണ്ടായിട്ട് അവസാനം വിൽക്കാൻ ചെല്ലുമ്പോൾ അവൻ അതുകൊണ്ട് ഇത് ഉരുക്കിയിട്ട് സ്വർണം. ഇനി 18. അതുകൊണ്ട് പ്രചോദസ്സുകളോട് പറയുകയാണ്, ആകയാൽ ജഗത്തിൻ്റെ കാരണഭൂതനായ അതിനെ, ഈ പ്രപഞ്ചം അതിൽ നിന്നാണ് ഉണ്ടായത്. സകല സാപര ജംഗമങ്ങളിലും ഒന്നായി നിൽക്കുന്നവൻ, എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളിലും ഉള്ളത്, എല്ലാ സ്വർണത്തിലും വളകളിലും മാലകളിലും ഉള്ളത് സ്വർണം എന്ന പോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും ഉള്ളത് ആ ബ്രഹ്മമാണ്. ഈ ജഗത്തിൻ്റെ മൂലപ്രകൃതിയും കർത്താവായ പുരുഷനും പ്രകൃതിയായിട്ടാണ് ആദ്യം അത് തീർന്നത്. അപ്പം പുരുഷനും ഈ പ്രകൃതിയും മൂലപ്രകൃതിയും തൻ്റെ തേജസ്സിനാൽ, അതിൻ്റെ തേജസ്സിനാണ് കാലത്തിനനുസരിച്ച്, കാലം മാറുന്നതനുസരിച്ച് സത്വരജോ തമോ ഗുണത്തിലാൽ അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോ അനുസരിച്ച് പ്രപഞ്ചത്തിനായി മാറുകയും അവസാനം അതേ തത്വപ്രകാരം സംഭരിച്ചുകൊണ്ട് തന്നിലേക്ക് കൊണ്ട് ലയിപ്പിക്കുകയും ചെയ്യുന്ന
ആ സർവേശ്വരൻ തന്നെയാണ് ഞാൻ എന്ന നിലയിൽ അതിനെ ഭജിക്കുക. അപ്പോൾ ഞാനും ആ ബ്രഹ്മം തന്നെയാണ് ആയത് എന്ന നിലയിൽ അതിനെ ഭജിക്കുക. 19 പറയുകയാണ്, സകല ജീവികളിലും കാരുണ്യം കാണിച്ചു. നമ്മൾ ഈ പ്രപഞ്ചത്തിലെല്ലാം ആ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയതെന്ന് ചിന്തിക്കുമ്പോൾ എല്ലാറ്റിലും എന്ത് ചെയ്യും? നമ്മൾ ബ്രഹ്മത്തെ ദർശിക്കുക. വിവരമുള്ളവരെ എല്ലാത്തിലും അത് ബ്രഹ്മമാണ് എന്ന് കാണാൻ അവന് സാധിക്കും. അപ്പോൾ എന്തു പറ്റും? അവർ അതിലെല്ലാം കാരുണ്യമുണ്ടാകും. കാരണം എല്ലാം ബ്രഹ്മമാണ്, ഞാൻ തന്നെയാണ് എന്ന് തോന്നുമ്പോൾ കാണുന്നതിലെല്ലാം അവിടെ പിന്നെ ഉച്ചനീചത്വങ്ങളോ ജാതി മത ഈ ചിന്തകളൊന്നും പാടില്ല, ദേശം ഒരു ചിന്തയും പാടില്ല. എല്ലാത്തിലും കാരുണ്യം കാണിച്ച് കിട്ടുന്നതിൽ തൃപ്തി വാങ്ങി. എന്ത് കിട്ടിയാലും അതിൽ തൃപ്തിയായിരിക്കണം. കാരണം നമ്മൾ കർമ്മം ചെയ്യുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല. നമ്മൾ വന്നിരിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. കർമ്മം ചെയ്തു കൊടുക്കുന്നത്, അതിൻ്റെ ഫലമായി എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് സ്വീകരിക്കുന്നു. കാരണം അത് ആ ശക്തിയാണ് തീരുമാനിക്കുന്നത്. ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റി. അപ്പം ഇന്ദ്രിയങ്ങളുടെയാണ് നമ്മൾ കാണുകയും കേൾക്കുകയെല്ലാം ചെയ്തിട്ട് അതിൻ്റെ പിന്നാലെ ഓടുമ്പോഴാണ് നമുക്ക് ഈ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിൽ നിന്നെല്ലാം മനസ്സിനെ മാറ്റിയിട്ട് പ്രശാന്തതയോടെ വർത്തിക്കുന്നവനാണ് ശ്രീഹരിയെ വേഗം സന്തോഷിപ്പിക്കുന്നത്. അല്ലെ, അവനിലെ ശ്രീഹരി വേഗം സന്തോഷിക്കും. ഇനി 20 പറയുകയാണ്, വ്യക്തികളുടെ ഏഷണാത്രയാദി വാസനകൾ, മനുഷ്യരിലെ ഏഷണിയും മറ്റേ ത്രിഗുണങ്ങളാൽ പല വിചാരങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ പലതരം ദുഷിച്ച ചിന്തകളെല്ലാം മനസ്സിലുണ്ടാകും. അതിനെയെല്ലാം മാറ്റിയിട്ട് നിർമ്മലമായ അന്ധകരണത്തോടുകൂടി മനസ്സിനെ നിർമ്മലമാക്കിയിട്ട്, അപ്പം അങ്ങനെ ദുഷിച്ച ചിന്തകളെല്ലാം ഒഴിവാക്കി ഭക്തിമാർഗത്തിൽ, ഭക്തിയാവുക എന്ന് പറഞ്ഞാൽ എല്ലാം ആ ബ്രഹ്മത്തിൽ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശ്രീഹരിയിൽ അർപ്പിച്ചുകൊണ്ട് മുഴുകുമ്പോൾ അവിനാശിയായ ഭഗവാൻ, ഒരിക്കലും നശിക്കാത്ത ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ എന്താവും? നശിക്കാതെ എപ്പോഴും നിലനിൽക്കും. പിന്നെ അത് ആ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകില്ല. ഇനി 21 നിർധനനാണെങ്കിലും ഒരാൾ വളരെ പണമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും അവൻ ഭഗവാനെ മാത്രം ധനമായി കാണുക. അവൻ്റെ മനസ്സിൽ ഭഗവാനാണ് ഏറ്റവും വലിയ ധനം, ബാക്കിയുള്ള ധനമൊന്നും വേണ്ട. അങ്ങനെ കാണുന്നവരിൽ അങ്ങനെയുള്ള ഭക്തന്മാരിൽ ഭഗവാന്റെ പ്രീതി ഉണ്ടാകുന്നു. ഇവിടെ എല്ലാം പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ആ ശക്തിയാണ് നമ്മളെ ജനിപ്പിച്ചത്, നമ്മളെ കർമ്മം ജനിപ്പിക്കാനാണ്. അതുകൊണ്ട് നമ്മളുടെ കടപ്പാട് മുഴുവൻ, ബാധ്യത മുഴുവൻ എല്ലാം ആ ശക്തിയോടാണ്. അപ്പം ഭക്തിരസം അറിഞ്ഞാസ്വദിക്കുന്ന അങ്ങനെയുള്ള ഭക്തി ഉള്ളവരെയാണ് ശ്രീഹരി ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരെ ആഗ്രഹിക്കുന്ന ശ്രീഹരി ഇപ്പം വിദ്യാഭ്യാസം ഉണ്ടായാലും, സമ്പത്തുണ്ടായാലും, കുടുംബമഹിമയുണ്ടായാലും, വലിയ ഉദ്യോഗമുണ്ടായാലും അവയിലെല്ലാം ഭ്രമിച്ചിരിക്കുന്നവർക്ക്, ഉദ്യോഗത്തിൽ, കുടുംബ പാരമ്പര്യത്തിൽ, സമ്പത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ഇതിലെല്ലാം ഭ്രമിച്ചിരിക്കുന്നവർക്ക് പൂജ ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്ന് പറയുകയാണ്. അതിലെല്ലാം ഭ്രമമുണ്ടെങ്കിൽ, വിദ്യാഭ്യാസത്തിന് എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കുടുംബം, സാമ്പത്തികം, ഇതിലെല്ലാം ഭ്രമിച്ചുകൊണ്ട് നടക്കുന്നവരുടെ പൂജ ഒരിക്കലും ശ്രീഹരി സ്വീകരിക്കുകയില്ല. ഇനി 22 അത് സ്വരൂപത്തിൽ തന്നെ പൂർണ്ണനാണ്. ശ്രീഹരി എന്ന് പറയുന്നത് പകുതിയൊന്നുമല്ല. ശ്രീഹരിയുടെ പകുതി ലക്ഷ്മി എന്ന് നമ്മൾ ധരിക്കും. അതിലൊന്നും അർത്ഥമില്ല. ശ്രീഹരി പൂർണ്ണനാണ്. ശ്രീലക്ഷ്മിയും കൂടിയിട്ട്, ലക്ഷ്മി എന്ന് പറയുമ്പോൾ ധനമായി മാറുന്നുണ്ട്. അപ്പം ധനമൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. നമ്മൾ ലക്ഷ്മിയെ ആരാധിക്കുന്ന എന്തിനാണ്? ധനം കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ശ്രീഹരിയുടെ ദ്വയമാണ് ലക്ഷ്മി എന്ന് ചിന്തിച്ചിട്ട് പോകരുത്. അക്കാര്യത്തിൽ ശ്രീഹരി തനിച്ചാണ്, ശ്രീലക്ഷ്മിയായിട്ട് ഒരു ബന്ധമൊന്നുമില്ല.
അപ്പം ശ്രീഹരി സ്വരൂപത്തിൽ തന്നെ പൂർണ്ണനാണ്. അദ്ദേഹത്തെ നിരന്തരം പരിചരിക്കുന്നതാണ് ശ്രീലക്ഷ്മി. അദ്ദേഹത്തെ എപ്പോഴും പരിചരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീലക്ഷ്മി. പക്ഷേ ആ ശ്രീലക്ഷ്മിയെ ആഗ്രഹിക്കുന്നവർ രാജാക്കന്മാരായാലും ദേവന്മാരായാലും അങ്ങനെയുള്ള ശ്രീലക്ഷ്മിയെ ആഗ്രഹിക്കുന്ന ദേവന്മാരെ, രാജാക്കന്മാരെ അല്ലെ, അവരുടെ ശ്രീലക്ഷ്മിയിൽ താല്പര്യം അർപ്പിച്ചുകൊണ്ട് നീങ്ങുന്ന ജനങ്ങളിൽ, അത് രാജാക്കന്മാരായാലും ദേവന്മാരിലും, അവരിലൊന്നും ഈ ശ്രീഹരി താല്പര്യം പ്രകടിപ്പിക്കില്ല. അതായത് വിഷ്ണുവിനെ ആരാധിക്കുക, ആ വിഷ്ണുവിനെ എല്ലാം സൃഷ്ടിച്ച ആ ബ്രഹ്മം ആ വിഷ്ണുവായിട്ട് വന്നിട്ട് എല്ലാവരെയും നയിക്കുന്നു. എന്നെയും സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്, അതിന് കർമ്മം ചെയ്യില്ല. ആ നിലയിൽ നമ്മൾ ചിന്തിക്കാതെ അദ്ദേഹത്തിൻ്റെ പത്നിയായ ശ്രീഹരിയെ പിടിച്ചുകൊണ്ട്, ശ്രീലക്ഷ്മിയെ പിടിച്ചുകൊണ്ട് ലക്ഷ്മിയെ ആരാധിക്കും. അതിന് പണത്തിനെല്ലാം വേണ്ടി. ലക്ഷ്മി പണത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ, പ്രകൃതിയുടെ രൂപമാണ്. ആ പ്രകൃതിയിൽ ബ്രഹ്മമുണ്ടാവുക, ശ്രീലക്ഷ്മിയിൽ ആരാധിക്കുക. അപ്പം ശ്രീലക്ഷ്മിയെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താമെന്നുള്ള ധാരണയോടുകൂടി രാജാക്കന്മാരായാലും ഏത് ദേവന്മാരായാലും ശ്രീലക്ഷ്മിയെ ആരാധിക്കുകയാണെങ്കിൽ അവരുടെ നേർക്ക് ശ്രീഹരി തൃപ്തിയൊന്നും പ്രകടിപ്പിക്കില്ല. അതേസമയം തന്നെ അദ്ദേഹത്തിൽ ഭക്തി ആയിട്ട് നിൽക്കുക, അദ്ദേഹത്തിൽ മാത്രം ഭക്തി അർപ്പിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ആ ഭക്തൻ്റെ ദാസന്റെ രൂപത്തിൽ തന്നെ ആ ശ്രീഹരി ആക്ട് ചെയ്യും. അങ്ങനെയുള്ള മനുഷ്യൻ, ഉപകാര സ്മരണയുള്ള മനുഷ്യന് എപ്പോഴെങ്കിലും ശ്രീഹരിയെ മറന്നുകൊണ്ട്, അല്പനേരത്തേക്കെങ്കിലും മറന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. കുറഞ്ഞ സമയത്തേക്കെങ്കിലും. അങ്ങനെ നമ്മളോട് കരുണ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശ്രീഹരിയെ, അതായത് നമ്മൾ ഭക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ താപസഹന്മാർക്ക് സമാനമായിട്ട് ആ വിഷ്ണു പ്രവർത്തിക്കും. ഭക്തിയുള്ളവരുടെ നില നമ്മുടെ ഹൃദയത്തിൽ വന്ന് താമസിക്കും. അത്രയും കരുണയുള്ള അദ്ദേഹത്തെ ഉപകാരസ്മരണയുള്ള ആർക്കെങ്കിലും, ആ ഉപകാരസ്മരണയെ പറ്റി അറിവുള്ള ആരെങ്കിലും അങ്ങനെയുള്ള ശ്രീഹരിയെ അല്പസമയത്തേക്കെങ്കിലും വിസ്മരിക്കുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി 23 അങ്ങനെ 23 മൈത്രേയൻ പറയുകയാണ്, നാരദമുനി ഇതും മറ്റുള്ള ചില ശ്രീഹരിയുടെ ഭഗവത് കഥകളുമെല്ലാം പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം അദ്ദേഹം എന്ത് ചെയ്ത് ബ്രഹ്മലോകത്തിലേക്ക് പോയി. ഇനി 24 അവരും ആ മുനിയിൽ നിന്നും കേട്ട് മനസ്സിലെ മാലിന്യങ്ങളെല്ലാം കളഞ്ഞതിൻ്റെ ശേഷം ശ്രീഹരിയുടെ തൃപ്പാദത്തെ ധ്യാനിച്ചുകൊണ്ട് തിരുവരയുടെ പരമധാമത്തെ പ്രാപിച്ചു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, മനസ്സിലെ എല്ലാം മാലിന്യങ്ങളെല്ലാം മാറ്റിയിട്ട് ശ്രീഹരിയുടെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ആ പരമപദം പോയി. ഇനി 25 വിതുരരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, പ്രജേതസ്സുകൾക്കും ശ്രീ നാരദനും തമ്മിലുള്ള സംവാദം. അവർ തമ്മിലുള്ള സംവാദ രൂപത്തിലുള്ള ശ്രീഹരിയുടെ കഥ അത്രയും പൂർണ്ണമായിട്ട് ഞാൻ ഭംഗിയായിട്ട് ചൊല്ലി തരപ്പെട്ടു. ഇതാണല്ലോ അങ്ങ് ചോദിച്ച പ്രകാരം ഞാൻ ഇതെല്ലാം പറഞ്ഞു തന്നു. എന്നിട്ട് 26 ശ്രീസുഖൻ പറയുകയാണ് ആരോട്? പരീക്ഷത്തോട്. ഇതെല്ലാം ആദ്യം ശ്രീസുഖൻ പരീക്ഷത്തോട് പറയുന്നത് ഇങ്ങനെ പലവരും പറഞ്ഞു അങ്ങനെ പറയുകയാണ്. അങ്ങനെ രാജാവായ പരീക്ഷത്തെ മനുപുത്രനായ ഉത്താനപാദൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രനുമായിട്ടുള്ള പരമ്പരകളെല്ലാം പറഞ്ഞു തന്നു. മനുവിലൂടെയാണ് ആരംഭിക്കുന്നത്. അടുത്ത മന്വന്തരം ഓരോ മനുവിലൂടെയാണ് ആരംഭിക്കുന്നത്. അവരുടെ പുത്രപൗത്രൻ അങ്ങനെയാണ് പോകുന്നത്. അപ്പം മനുവിന് 2 പുത്രന്മാരുണ്ട്, ഉത്താനപാദൻ ഒന്ന്. ആ ഉത്താനപാദൻ്റെ പുത്രന്മാരുടെ എല്ലാം പരമ്പര പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? മനുവിൻ്റെ രണ്ടാമത്തെ പുത്രനായ പ്രിയംവ്രതൻ്റെ കഥ ഇനി പറയാമെന്ന് സുഖൻ പറയുകയാണ്. ഇത് കഴിഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങിക്കൊണ്ട് പറയുകയാണ്, അയാൾ ശ്രീനാരദൻ്റെ പറഞ്ഞ പ്രകാരം
ആത്മവിദ്യ ഗ്രഹിച്ച ശേഷം പിന്നെയും കുറച്ചു കാലം രാജ്യം ഭരിച്ച ശേഷം പുത്രന്മാർക്കായി രാജ്യം വീതിച്ചു കൊടുത്തതിൻ്റെ ശേഷം സർവേശ്വരൻ്റെ പരമധാമത്തെ കൂടി. 28 വിതുരരാകട്ടെ മൈത്രേയ മുനിയാൽ വിവരിക്കപ്പെട്ട കാര്യങ്ങൾ, മൈത്രേയന് വിതുരർക്ക് പലതും പറഞ്ഞു കൊടുത്തല്ലോ. ഈ ഭഗവത്പരമായ കർമ്മത്തെ കേട്ടിട്ട്, ആ കഥയെ കേട്ടിട്ട് ഭക്തിയോടുകൂടി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ശ്രീഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഈ കഥകളെല്ലാം കേട്ടപ്പോൾ ഭക്തിയോടുകൂടി ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ശിരസ്സുകൊണ്ട് എന്ത് ചെയ്യും, മുനിയുടെ തൃപ്പാദം നമിച്ചു. തൃപ്പാദത്തിൽ ശിരസ്സുകൊണ്ട് നമിച്ചു. അതേസമയം ഹൃദയത്തിൽ ശ്രീഹരിയെയും ധരിച്ചു. ഇനി 29 വിതുരർ പറയുകയാണ്, എവിടെ ശ്രീഹരിയുടെ കഥകൾ വിസ്തരിച്ച് പറയുന്നുവോ അവിടെയുള്ളവർ ശ്രീഹരിയുടെ ഇത്തരം കഥകൾ ശരിക്ക് പ്രചാരത്തിലുള്ള സ്ഥലങ്ങളിലെ ജനങ്ങൾ മോഹാന്ധകാരത്തിൽ നിന്നും വിട്ടിട്ട് സംസാര സാഗരത്തിൻ്റെ മറുകട കടക്കുന്ന വഴി അങ്ങ് ഇതിലൂടെയെല്ലാം പറഞ്ഞു തന്നു. അതായത് ശ്രീഹരിയുടെ കഥ കേട്ടാൽ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് എന്ത് പറ്റും, അതിലൂടെ ഈ സംസാര സാഗരത്തിലുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് മോഹാന്ധകാരത്തിൽ പെടുക. ആ അന്ധകാരത്തിൽ നിന്നും മാറിയിട്ട് ആ മറുകട കടക്കാൻ ഉള്ള വഴിയാണ് ഈ ശ്രീഹരിയുടെ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി 30 അങ്ങനെ വിതുരർ അത് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എല്ലാം നമസ്കരിച്ചതിൻ്റെ ശേഷം യാത്ര പറഞ്ഞിട്ട് ബന്ധുജനങ്ങളെയെല്ലാം കാണണമെന്നുള്ള താല്പര്യത്തോടുകൂടി ഇപ്പം നമ്മൾ എവിടത്തേക്ക് വരികയാണ്, ഹസ്തിനപുരത്തിലേക്ക് എത്തുകയാണ്. ബന്ധുജനങ്ങളെല്ലാം എവിടെയുള്ളത്, ഹസ്തിനപുരത്തിലേക്ക് അല്ലേ ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ബന്ധുജനങ്ങളെ കാണാനുള്ള താല്പര്യത്തോടുകൂടി പിന്നെ നേരെ അദ്ദേഹം ഹസ്തിനപുരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. എന്നിട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യാതൊരാൾ ശ്രീഹരിയിൽ സമർപ്പിതമായ അന്ധകരണത്തോടു കൂടി വർത്തിക്കുന്ന രാജാക്കന്മാരുടെ കഥ കേൾക്കുന്നുവോ. അപ്പം ഇങ്ങനെയുള്ള പല രാജാക്കന്മാരെ വെച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാ കഥകളും പറയുന്നത്. ശ്രീഹരിയെ അനുകരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന രാജാക്കന്മാർ, ഇതെല്ലാം പ്രേരക ശക്തികളാണ്. പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തികളാണ്. അത് രാജാക്കന്മാരെല്ലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്ന കഥയിൽ. നയിക്കുന്നവരെ രാജാക്കന്മാരാണല്ലോ, അതുകൊണ്ട് കഥയിലെ രാജാക്കന്മാരായിട്ട് ചിത്രീകരിക്കും. അങ്ങനെയുള്ള രാജാക്കന്മാരുടെ കഥയിലൂടെ ആരെല്ലാം അത് ശ്രവിക്കുന്നുവോ അവർക്ക് ദീർഘായുസ്സും സമ്പത്തും കീർത്തിയും സൗഖ്യവും എല്ലാം സദ്ഗതിയും എല്ലാം സംഭവിക്കും. അവസാനം എന്ത് ചെയ്യും, ഈശ്വര സാക്ഷാത്കാരവും നേടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിക്കുന്നു.